ശ്രീ അനിൽ, ഇതിൽ അദ്ദേഹം പറഞ്ഞ ഭാഗത്തോടൊന്നും ഞാൻ അങ്ങനെ അതേ അർത്ഥത്തിൽ തന്നെ എതിർക്കുന്നില്ല. കാരണം LDFനല്ല, BJPക്കോ കോൺഗ്രസിനോ മറ്റേത് കക്ഷികൾക്കും ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അത് യൂത്ത് കോൺഗ്രസ്സുകാരോ മറ്റേതെങ്കിലും സംഘടനകളോ പ്രതിഷേധിക്കുമ്പോൾ തലയടിച്ചു പൊട്ടിക്കുകയും ജീവൻ രക്ഷാ പ്രവർത്തനവും നടത്താൻ ഡൽഹിയിൽ ആളില്ലാത്തത് കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ MLA-മാരും മന്ത്രിമാരും വലിയ പരിക്കില്ലാതെ തിരിച്ചു വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. സമരം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്, അവർ സമരം ചെയ്യട്ടെ. അതിൽ അവരുന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ സംസ്ഥാന സർക്കാരുകളെ, പ്രത്യേകിച്ച് BJP ഇതര സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതിലൊന്നും തർക്കമൊന്നുമില്ല. അതിന് പല ഫാക്ട്സ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട്, ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് കുറെ കൂടി സങ്കീർണമായിട്ടുള്ള വിഷയമാണ്, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ ഇവരുടെ സമരത്തിനോടൊപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തതിന് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നിയന്ത്രണങ്ങളുടെ ഭാഗമാണ് കേരളത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റില്ല. പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാകുന്ന ഒരു കാര്യമാണ്, അത് നയപരമായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമാണ്. ഇനി ഇവർ പറയുന്നുണ്ടല്ലോ കർണാടക സമരം ചെയ്യുന്നു, തമിഴ്നാട് സമരം ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്നു ഒക്കെ പറയുമ്പോൾ, ഈ തമിഴ്നാട്ടിലും കർണാടകയിലും പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നില്ല. അവിടെ സർക്കാരിന്റെ ബസ് ഓടിക്കുന്നവർ ശമ്പളം കിട്ടാതെ കോടതി പോകുന്ന സാഹചര്യമില്ല. അവിടെ മറ്റ് അതിനുള്ള സംവിധാനങ്ങൾ, ബദൽ മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നു. അവർ ഇവിടുത്തെ സർക്കാരുകൾ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ദൂർത്ത് നടത്തുന്ന പോലെ അവിടെ ദൂർത്തും കെടുകാര്യസ്ഥതയും ഇല്ല. അവിടെ ഫിസ്ക്കൽ മാനേജ്മെന്റ് നടത്തുന്നു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന സർക്കാരുകളാണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പറയുന്നത് പോലെ തന്നെ പറയാൻ കേരളത്തിന് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. കാരണം നാളിതുവരെ കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളിൽ നമുക്ക് ആക്ഷേപമുണ്ട്. ഇനി 2016 അദ്ദേഹം ഇവിടെ കുറെ കണക്കുകൾ പറഞ്ഞല്ലോ. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ ഇവർ ധവളപത്രമൊക്കെ ഇറക്കിയതാ. അന്ന് കേരളത്തിന്റെ GSDP ഡെറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 27.3 പക്ഷേ 2017 മുതൽ റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും ഒക്കെ പറയുന്ന GSDP ഡെറ്റ് റേഷ്യോയ്ക്ക് മുകളിൽ 29% മുകളിലാണ് നാളിതുവരെയുള്ള പിണറായി സർക്കാരിന്റെ ഈ 7.5 വർഷക്കാലത്തെ ഭരണം കൊണ്ടുണ്ടായിട്ടുള്ളത്. അത് 2017 29.4 ആണെങ്കിൽ ഇപ്പോൾ അത് 39% എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എത്തുന്നു. ഈ കടമെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 1,62,271 കോടി രൂപയാണ് കേരളത്തിന്റെ 1956 മുതൽ 2016 വരെയുള്ള മൊത്തം കടബാധ്യത എങ്കിൽ ഇന്ന് അത് 4,29,270 കോടിയായിട്ട് വർദ്ധിക്കുന്നതിന്റെ ഉത്തരവാദിത്തമാർക്ക് ഈ സർക്കാരിനാണ്. ഇവർ എന്ത് വൻകിട പ്രോജക്റ്റുകൾ കേരളത്തിൽ നടപ്പാക്കി, എന്ത് പുതിയ പദ്ധതികൾ നടപ്പാക്കി? ഒന്നും നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, നിലവിൽ പെൻഷൻ കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് അത് കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല, സപ്ലൈകോയ്ക്ക് പണമില്ല, എങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾ അതൊക്കെ മറ്റു പല വിഷയങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പരത്തി പറയുന്നില്ല. ഇനി ജയചന്ദ്രൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കോവിഡിനെ അഭിമുഖീകരിച്ചത് കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി വന്നതെന്ന്. ഇന്ത്യയിൽ കോവിഡ് മരണങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിച്ച 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ ടീച്ചറമ്മ ഉറങ്ങാതെ കാവലിരുന്ന് കോവിഡിനെ പിടിച്ചു കെട്ടി എന്നൊക്കെ പറയുമ്പോൾ, കോവിഡിന്റെ മറവിൽ PPE കിറ്റും മാസ്കും മേടിച്ചതിന്റെ അഴിമതി നടത്തി എന്നുള്ളതിനപ്പുറം കേരളത്തിലെ മരണനിരക്ക് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അതിനുശേഷം പ്രളയത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു, പ്രളയം പിടിച്ചു നിർത്തി പ്രളയത്തിന് ആളുകൾക്ക് സഹായം കൊടുത്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. 2 പ്രളയം വന്നു. ഈ പ്രളയത്തിൽ അകപ്പെട്ട ആളുകൾ, 2018 പ്രളയം മനുഷ്യനിർമ്മിത പ്രളയമാണെന്ന് സർവ്വശാസ്ത്രജ്ഞരും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ടുകളുമുണ്ട്. MM മണി എന്ന് പറഞ്ഞ അന്നത്തെ വിദ്യുച്ഛക്തി മന്ത്രിയുടെ വലിയ വൈജ്ഞാനിക പരിവേഷത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ച ആ പ്രളയത്തിന്റെ ദുരിതം അനുഭവിച്ചത് കേരളത്തിലെ ജനങ്ങളാണ്. സംസ്ഥാന സർക്കാർ അതിന് ആളുകൾക്ക് എന്ത് കോമ്പൻസേഷൻ കൊടുത്തു എന്നുകൂടി പറയണം. അതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. ഇനി അതുമായി രണ്ടാമത് പറയാനുള്ളത്, പ്രളയത്തിന്റെ പേരിൽ നിങ്ങൾ നാട്ടുകാരിൽ നിന്ന് ക്രൗഡ് ഫണ്ടിങ് നടത്തി സൈക്കിൾ മേടിക്കാൻ വെച്ച കാശും, ആടിനെ വിറ്റ കാശും, കുടുക്ക പൊട്ടിച്ച കാശും, അമ്മമ്മമാരുടെ പെൻഷൻ കാശും ഒക്കെ മേടിച്ചു കൊണ്ടുപോയത് CPM-ന്റെ നേതാക്കന്മാർ ആ പ്രളയ ഫണ്ട് തട്ടിയെടുത്തുകൊണ്ടാണ് പോയത്. ഈ നാട്ടിലെ ആളുകൾ പ്രളയത്തെ അതിജീവിച്ചതും കോവിഡിനെ അതിജീവിച്ചതും ഓക്കി ദുരന്തത്തെ അതിജീവിച്ചതും ഒക്കെ അവരുടെ കഠിനാധ്വാനം കൊണ്ടും അവരുടെ ദൈവവിശ്വാസം കൊണ്ടൊക്കെയാണ്. അവരുടെ പ്രയാസം കൊണ്ട് ഗവൺമെന്റ് അവർക്ക് എന്ത് കൊടുത്തു? കേരള സർക്കാർ അവർക്ക് എന്ത് കൊടുത്തു? അവരുടെ പ്രളയ ഫണ്ട് തട്ടിയെടുത്തതോ? കോവിഡിന്റെ സമയത്ത് PPE കിറ്റിലും മറ്റിലും അഴിമതി നടത്തിയതോ? കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തോ? കേരള സർക്കാർ ഇതിന് കോമ്പൻസേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനി രണ്ടാമത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ, എന്നിട്ട് എന്തേ 5 വർഷക്കാലം ഏകദേശം 5000 കോടി രൂപ മിനിമം കിട്ടുന്ന രീതിയിലുള്ള IGST ഫയൽ ചെയ്യാത്തതിന്റെ പേരിൽ 25,000 കോടി രൂപ വെറുതെ കളഞ്ഞില്ലേ, ലാപ്സാക്കി കളഞ്ഞില്ലേ? അതിന്റെ ഉത്തരവാദിത്തമാരാ? ഈ സംസ്ഥാന
സംസ്ഥാന ധനകാര്യ വകുപ്പിനല്ലേ. 21,258 കോടി രൂപയാണ് CAG റിപ്പോർട്ട് പ്രകാരം ടാക്സ് ഇനത്തിൽ നമ്മൾ പിരിച്ചെടുക്കാതെ കടന്നുപോയത്. അത് രണ്ടും കൂട്ടുമ്പോൾ തന്നെ 53,258 കോടി രൂപ ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? അത് പറയണ്ടേ? അത് പറയാതെ ഇതിന്റെ മുഴുവൻ പാപഭാരവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്താണെന്നും സംസ്ഥാനത്തെ പ്രതിപക്ഷം കേന്ദ്രത്തോടൊപ്പമാണെന്നുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ സമരത്തിന് പോയാൽ അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാം. ഇന്ന് രാവിലെ അത്ഭുതകരവും കൗതുകകരമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കണ്ടു. എന്താണെന്നറിയോ? കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് പത്രമാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറയാണ് കേന്ദ്ര സർക്കാരിന്റെ വലിയ രീതിയിലുള്ള അവഗണന നേരിടുന്നു, അതിനെതിരെയുള്ള സമരമാണെന്ന്. പിന്നെ എന്തിനാണ് ഈ മഹാനെ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൊടുത്ത് ശമ്പളവും ഓണറേറിയവും കൊടുത്ത് സ്റ്റാഫിനെയും വാഹനവും കൊടുത്ത് ഈ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചത്? ഈ മഞ്ഞുകാലത്ത് സ്വെറ്റർ ഇട്ട് അവിടെ സുഖവാസം നടത്താനായിട്ടാണോ? അദ്ദേഹത്തിന്റെ ജോലിയായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹമായത് നേടിയെടുക്കാൻ വേണ്ടി സംഭാഷണങ്ങൾ നടത്തി നേടിയെടുക്കേണ്ടത്. അന്ന് അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ ഒരു സമരം നടത്താൻ LDF പോകുന്നുണ്ടെങ്കിൽ KV തോമസും സമ്പത്തും വേണു രാജാമണിയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു. അവർക്ക് കൊടുത്ത അവരുടെ രാഷ്ട്രീയ നിയമനത്തിന് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കൊടുത്ത പണം ആദ്യം തന്നെ സർക്കാർ തിരിച്ചു പിടിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ, സമരം ചെയ്യാൻ പോകാൻ. ഇനി രണ്ടാമത്തത് സമരധൂർത്ത് എന്ന് ഇതിനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ എത്രയോ കള്ളങ്ങൾ കേരളത്തോട് പറയുന്നു. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് സഹാക്കന്മാരുടെ ജീവിതം ബലി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തെളിവാണ് ഈ ദിവസങ്ങളിൽ വരുന്ന വിദ്യാഭ്യാസ നിയമവുമായി ബന്ധപ്പെട്ട ആക്ഷേപമൊക്കെ. സ്വകാര്യ സർവകലാശാലയും അല്ലെങ്കിൽ വിദേശ സർവകലാശാലയും ഒക്കെ പരവതാനി വിധിച്ച് സ്വീകരിക്കുന്നതൊക്കെ നിങ്ങൾ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ നെഞ്ചത്ത് കൂടിയാണ്. അതൊക്കെ വേറൊരു വിഷയമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ കള്ളം പറഞ്ഞുകൊണ്ട് ഇനിയും പോകരുത്. മുഖ്യമന്ത്രി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കിയിട്ടാണ് അത്രേ ഡൽഹിയിൽ പോയി സമരം ചെയ്തത്. നാണമാവില്ലേ പറയാൻ? വീട്ടിലെ കുട്ടിക്കും പേരക്കുട്ടിക്കും വളർത്തു പട്ടിക്ക് വരെ ടൂർ പോകാൻ വേണ്ടിയിട്ട്, വിദേശ യാത്ര നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ പൊതുഖജനാവ് കൊള്ളയടിക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്. നാണമാവില്ല ഇതൊക്കെ പറയാനായിട്ട്?